മഴ കൊള്ളല്ല അമ്മ. വാ വാ, കേറ് കേറ് കേറ്. വെള്ളത്തിലിറങ്ങാൻ കിട്ടിയ അവസരം വെറുതെ വിടൂല. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മോർണിംഗ് റൂട്ടീനാണ് എടുക്കാൻ പോകുന്നത്. ഒരു മഴയുള്ള ദിവസത്തെ മോർണിംഗ് റൂട്ടീനാണ്. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് ഫസ്റ്റ് കടമയായിട്ടുള്ള പല്ല് തേപ്പ് അങ്ങ് ചെയ്യുകയാണ്. പല്ല് തേക്കൽ എന്നെല്ലാം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചടങ്ങാണ്. പല്ലിന് കമ്പി ഇട്ടതുകൊണ്ട് കുറേ സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. താഴെ ഇടാത്തതുകൊണ്ട് താഴെ സ്പീഡിൽ ചെയ്യുക. മേലെ നമുക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ ഓരോ ബ്രേസസ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ കുറച്ച് സമയം എടുത്ത് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാണ് അവസ്ഥ. നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു സ്റ്റെപ്പ് ഏകദേശം എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്താൽ ഇതായിരിക്കും അവസ്ഥ. ഇപ്പോൾ റോഡ് പൊങ്ങിയത് കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട്. ഒരു 1-2 വർഷമായിട്ട്. അതിന് മുന്നേ ഇത്രയൊന്നും കയറില്ല കേട്ടോ. റോഡ് നമുക്ക് ടാർ ചെയ്യുന്നതിന് മുന്നേ വലിയ കുഴപ്പമുണ്ടാവില്ല. റോഡിലാണ് വെള്ളം നിൽക്കുക. പക്ഷെ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളും കഴിഞ്ഞ മഴക്കാലത്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് അടുക്കളയിലേക്ക് പോയി. നിച്ചുട്ടിക്ക് കുറച്ച് ദോശമാവുണ്ട്. നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിച്ചുട്ടിക്ക് അത് ശരിയാവാത്തതുകൊണ്ട് കുറച്ച് മാവ് ഇന്നലത്തേത് ബാക്കി ഉണ്ടായിന്. രാത്രി ആക്കിയത് ബാക്കി ഇന്നത്തേക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അടുക്കള പുറത്തും ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. അടുക്കള പുറത്ത് വരെ നമ്മുടെ സ്റ്റെപ്പിന് വരെ നല്ലോണം വെള്ളം കയറും. കുറച്ച് ഗ്യാപ്പ് കിട്ടി ഇറങ്ങി പോയിക്കോളും. എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്താൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് പിന്നെ നേരെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. ഗോതമ്പ് ദോശ ചിലവരൊക്കെ പറയുന്നതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ശരിക്കും കിട്ടൂല, ഇങ്ങനെ ഒട്ടിപ്പിടിക്കും, സ്മൂത്തായിട്ട് കിട്ടൂല എന്നെല്ലാം പറയുന്നതൊക്കെ. ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന മെത്തേഡ് പറഞ്ഞുതരാം. നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മിക്സിയിലൊന്ന് കറക്കി എടുത്താൽ മതി. ഒന്നാമത് നമുക്ക് ഈ കട്ട ഉടക്കൽ പണിയല്ലേ, ഗോതമ്പ് പൊടി എടുത്തിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കണ്ടേ കുറേ നേരം. അതിന് പകരം മിക്സിയിൽ കറക്കിയെടുത്ത് എളുപ്പത്തിലാക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൽ വെള്ളം ഒഴിക്കുക. വെള്ളം കുറച്ച് അധികമായിട്ട് ഒഴിക്കണം കേട്ടോ. നമ്മളൊന്ന് കൈയിട്ടിട്ട് മിക്സിയിൽ ഇങ്ങനെ ഇളക്കിയിട്ട് ആ അടിയിൽ പൊടി കട്ട മാറ്റി ഒന്ന് ഇങ്ങനെ ലൂസാക്കുന്ന വരെ വെള്ളമാക്കുക. എന്നിട്ട് വേണം അടിക്കാൻ. അല്ലെങ്കിൽ അടിയിൽ പൊടി ഇങ്ങനെ കറന്നായിട്ട് അത് കറങ്ങൂല. എന്നിട്ട് മിക്സിയിൽ ഒരു 2 വട്ടം കിറന്ന് പറഞ്ഞിട്ട് ആക്കി കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവ് കിട്ടിക്കോളും. വെള്ളം കറക്റ്റായിട്ട് ഒഴിക്കണേ. ഒന്ന് മിക്സീൻ്റെ ജാറിൽ കൈ ഇട്ടിട്ട് കൈയൊന്നും മുറിയാതെ ഒന്ന് ലൂസാക്കി എടുത്താൽ മതി മാവ്, എല്ലായിടത്തും വെള്ളം ആവുന്ന രീതിക്ക്. എന്നിട്ട് മിക്സിയിൽ കറക്കി എടുത്താൽ അടിപൊളിയായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. ഗോതമ്പ് ദോശ ആക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. എനിക്ക് ആ കട്ട ഉടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. അതിന് പകരം ഇങ്ങനെ ആക്കിയാൽ സ്മൂത്തായിട്ട് കിട്ടിക്കോളും. എന്നിട്ട് മാവ് പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാറ്റർ റെഡിയാവും. വേണമെങ്കിൽ ഉള്ളിയും കറിവേപ്പിലയും ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുവേ. ഇന്ന് ഞാൻ പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ചെറുപയർ കറിയാന്ന് ആക്കുന്ന ഗോതമ്പ് ദോശയ്ക്ക് അത് അമ്മ ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ദോശയൊക്കെ പരത്തുന്നുണ്ട്. നിച്ചുട്ടി ഉറങ്ങി എണീക്കുന്നതേ ഉള്ളൂ. ആ സമയം കൊണ്ട് വേഗം ദോശ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. നല്ല സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. തീരെ ഒട്ടി പിടിക്കൂല കേട്ടോ. നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ചുടുമ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചിടാനും എല്ലാം കിട്ടിക്കോളും. മഴ കൊള്ളല്ല അമ്മ. വാ, അമ്മ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പുറത്തെ മല്ലിയാൻ്റിൻ്റെ വീട്ടിലത്തെ പേപ്പർ ഇവിടെയാണ് ഇടുക. അങ്ങോട്ട് പോകാൻ വെള്ളമായതുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അമ്മ അത് കൊടുക്കാൻ പോയത്. എന്നിട്ട് വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുന്നു. വാ, കയറ് കയറ് കയറ്. വെള്ളത്തിലിറങ്ങാൻ കിട്ടിയ അവസരം വെറുതെ വിടൂല. വെള്ളപ്പൊക്കം മറ്റേ ആലപ്പുഴയിലെല്ലാം ഇങ്ങനെ കാണും വെള്ളം കിട്ടിയുന്നത്. നമ്മളെ കണ്ണൂരെല്ലാം ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. റോഡ് പൊന്തിയതുകൊണ്ട് നമുക്കിപ്പം ഫുള്ള് വെള്ളപ്പൊക്കമായി. എനിക്ക് പൊതുവേ അലർജീൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. പഴയ പൊടിയെല്ലാം പാറി അപ്പം തുമ്മാൻ തുടങ്ങും. അതുപോലെ തന്നെ ഈ തണുപ്പ് സമയത്തും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹോമിയോ കാണിക്കുന്നുണ്ട്. എന്നാലും ഇപ്പോൾ സ്ഥിരം തണുപ്പായതുകൊണ്ട് അത് പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ഈ അലർജി പ്രശ്നമുള്ളവർക്ക് ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. എപ്പോഴും നമുക്ക് തുമ്മലും ജലദോഷം മാറുകയില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തുമ്മിക്കൊണ്ടും ജലദോഷമായിട്ടിരിക്കുമ്പം പറയുമ്പോൾ ഒരു ജലദോഷമേ ഉള്ളൂ. പക്ഷേ അത് നമുക്ക് ഭയങ്കര ക്ഷീണമാവും ലാസ്റ്റ് തുമ്മിയിട്ട്. അതാണ് അവസ്ഥ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല ഈ ഒരു സമയം എന്ന് പറയുന്നത്. നിങ്ങൾ തുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ മൊത്തത്തിൽ നമ്മൾ ഡെസ്പായി പോവും. അപ്പോൾ ഇപ്പം കുറച്ച് വ്യത്യാസമുണ്ട്. എന്നാലും തണുപ്പ് മാറുന്നേ ഇല്ലല്ലോ. അതുകൊണ്ട് പ്രശ്നമാണ്. ഈ ഒരു സമയത്ത് ദോശയൊക്കെ ചുടുന്ന സമയം ഇങ്ങനെ നടന്നുകൊണ്ട് കളിക്കൂട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഒരു മോർണിംഗ് വാക്ക് എന്നുള്ള രീതിക്ക്. അല്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ അമ്മ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ വേഗം ഉച്ചക്കത്തെ പരിപാടി തുടങ്ങും കേട്ടോ. വറവിനും കറിക്കുള്ളതും മുറിച്ച് വെക്കലും എല്ലാം ഈ സമയത്ത് തന്നെ തുടങ്ങും. നിച്ചോട്ടി എണീക്കുമ്പോഴേക്ക് തന്നെ. പക്ഷേ ഇന്ന് ദോശ ആയതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് വേണം ചുടാൻ വേണ്ടിയിട്ട്. അതിന് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യണമല്ലോ. അതുകൊണ്ട് കുറച്ച് സമയം അധികം വേണം. വാവേ എണീക്കാ അമ്മയുടെ പൊന്നാ. വാ അമ്മക്കട്ടെ കുഞ്ഞാവ വാ.
ഓടിവാ. അതെ നമ്മളെ മുറ്റത്തെല്ലാം വെള്ളമായി നോക്കി. കണ്ടാ നമ്മളെ മുറ്റത്തെല്ലാം വെള്ളം കണ്ടാ? നല്ല മഴ അല്ലേ വാവേ? നോക്ക് നോക്ക്, കണ്ടാ? അമ്മേനെ നോക്ക്. അമ്മമ്മേന്റെ ചെരുപ്പ് ഒഴുകിപ്പോയാ? ആ, അമ്മമ്മേന്റെ ചെരുപ്പ് ഒഴുകി അങ്ങ് എത്തിയല്ലേ? നമുക്ക് എടുത്തു വെക്കാട്ടാ. അകമണിക്കൊണ്ടേ ഇന്ന് പോണം. പോണോടെ, ഇന്ന് മൺഡേ അല്ലേ, ഇന്ന് തിങ്കളാഴ്ച അല്ലേ? ഇന്നൊരു സർപ്രൈസ് ആയിട്ടല്ലേ പോണ്ടേ അല്ലേ? അങ്കൻവാടി പോകുന്നതിന് മുന്നേ നിച്ചൂട്ടി എണീറ്റ് കഴിഞ്ഞാൽ നിച്ചൂട്ടിൻ്റെ മൂഡ് ശരിയാവാൻ കുറേ സമയം എടുക്കും കേട്ടോ. കുറേ നേരം ഇരുന്ന് കളിച്ച് പിടിച്ച്. പക്ഷേ ഇപ്പം ഞാൻ നേരെ വേഗം പല്ലിയേക്കാൻ കൊണ്ടുപോകും. പല്ലി വെച്ച് കഴിഞ്ഞാൽ ഒരു ഉന്മേഷം കിട്ടുമല്ലോ. നിച്ചൂന് ഇങ്ങനെ രാവിലെ എണീച്ചപാട് കൊഞ്ചിക്കുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര അത്രപ്പൊരു സമയമല്ലേ കിട്ടുള്ളൂ. അങ്കൻവാടി പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് മിസ്സാവുമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഉമ്മ വെച്ചിട്ട് കൊഞ്ചിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പല്ലിയേക്കുന്ന സമയത്ത് നമ്മൾ കണ്ണാടി നോക്കിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഉമ്മ വെച്ച് കളിക്കും. എന്നിട്ടാണ് പല്ലിയേക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. പല്ലൊക്കെ തേച്ച് രാത്രി പല്ല് തേക്കുന്നതുകൊണ്ട് രാവിലെ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. കുറച്ചൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ വൃത്തിക്ക് കാണിച്ചു തരാനും എല്ലാം നിച്ചൊരു ഇഷ്ടമാണ് പല്ല് തേക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കേടാവും, പുഴുക്കടി വരും എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വൃത്തിക്ക് കാണിച്ചു തന്നോളും. അതുകൊണ്ട് രാവിലെ തന്നെ ഇപ്പം പല്ല് തേക്കുന്ന പരിപാടി കഴിക്കും. എന്നിട്ടാണ് കുറച്ച് നേരം ഇരുന്നിട്ട് കളിച്ചിട്ട് ബാക്കി കുളിയും പരിപാടിയെല്ലാം നോക്കുക. നിച്ചൂട്ടിക്ക് ഒരു ഭണ്ണാരപ്പെട്ടിയുണ്ട്. പന്നിപ്പെട്ടി എന്നാണ് നിച്ചൂട്ടി പറയുക. അതിൽ എല്ലാ മാസവും 1-ാം തീയതി അച്ഛനും അമ്മമ്മയും ഭണ്ണാരപ്പെട്ടിയിൽ ഇടാൻ പൈസ കൊടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് 1-ാം തീയതി ആണെന്ന് അച്ഛനെ ഓർമ്മിച്ചപ്പോൾ പോയി അമ്മമ്മേനെ വിളിച്ചിട്ട് വന്നു. അമ്മമ്മേ ഇന്ന് 1-ാം തീയതി ആണെന്ന് പറഞ്ഞിട്ട് നിച്ചൂട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഓളെന്നെ ഒറ്റയ്ക്ക് വാങ്ങിച്ചിട്ട് ഇങ്ങനെ മടക്കി ഭണ്ണാരപ്പെട്ടിയിൽ ഇട്ടിട്ട് ഇങ്ങനെ നോക്കും എത്ര പൈസ ആയി എന്നെല്ലാം നോക്കും. കുറേ ഈ കൊല്ലം സ്റ്റാർട്ടിങ് മുതലേ ചെയ്യുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ജനുവരി മുതലേ എങ്ങാനും വന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഒക്കെ കൈ നീട്ടം കിട്ടിയ പൈസയും എല്ലാം ഈ ഭണ്ണാരപ്പെട്ടിയിലാണ് ഇട്ടുക. പിള്ളേർക്ക് അതൊരു വലിയ കാര്യമായിരിക്കില്ലേ. നമ്മളും ചെറുപ്പത്തിൽ കോയിൻസ് എല്ലാം കിട്ടുമ്പോൾ അങ്ങനെ ഭണ്ണാരപ്പെട്ടിയിലിട്ട് അങ്ങനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് ചെറുപ്പത്തിലേ അങ്ങനെ പ്രാക്ടീസ് ചെയ്യിക്കുന്നത് നല്ലതല്ലേ. അതുകൊണ്ട് അങ്ങനെ വാങ്ങിയതാണ് ഈ ഒരു പന്നിപ്പെട്ടി നിച്ചൂട്ടീൻ്റെ. അതിനകത്ത് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പൈസ ഇട്ടോളും. അച്ഛൻ്റെ വക എല്ലാരോടും ചോദിച്ചു മേടിക്കുന്നുണ്ട് നിച്ചൂട്ടി. ആയി സമയം 8:40 ആയിട്ടുണ്ട്. നിച്ചൂട്ടിക്ക് ഇപ്പം ടൈം വെച്ചിട്ടാണ് ചെയ്യുക. അങ്കൻവാടിയിൽ 10 മണിയാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ഒരു 2-3 മിനിറ്റ് വണ്ടിയിൽ ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ 8:30 എന്നുള്ള സമയം മാക്സിമം ആ സമയത്ത് എണീക്കും. ഇന്ന് കുറച്ചും കൂടെ നേരത്തെ എണീച്ചിട്ടുണ്ടായിനി. പിന്നെ 9 മണിയാകുമ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ഫുഡിന് ഇരിക്കണം. 9:30 ആകുമ്പോൾ റെഡിയാവാൻ തുടങ്ങണം. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. എപ്പോഴും അതിനനുസരിച്ചിട്ടാണ് നിച്ചൂട്ടിനെ റെഡിയാക്കുക. അപ്പോൾ 9 മണിയാകുമ്പോൾ കുളിക്കണ്ട. അപ്പോൾ കുറച്ച് സമയം ഉണ്ട് അത്രേ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ്റെ കൂടെ കുറച്ച് നേരം മുറ്റത്ത് വെള്ളം നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ അടുക്കളയിലേക്ക് പോയി. ബാക്കി കുറച്ച് ദോശ ഇടാൻ ബാക്കി ഉണ്ടായത് നിച്ചൂട്ടി എണീറ്റോണ്ട് അമ്മ ചുടുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ചെറുപയർ കറി ഫിനിഷ് ചെയ്തിട്ട് അതിന് വറുത്തിടുകയെല്ലാം ചെയ്യുന്നുണ്ട്. ഞാനും അമ്മയും കൂടെ കൂടിയാൽ പിന്നെ വർത്താനത്തിന് ക്ഷാമമൊന്നും ഉണ്ടാവില്ലല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, രണ്ടാളും ഒരേ ടൈപ്പാണ്. ചിലവളാ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് എപ്പം ഒരുമിച്ച് അടുക്കളയിലുണ്ടെങ്കിലും എന്തെങ്കിലും എല്ലാം ആയിട്ട് പറയാനുണ്ടാവും. അതുകൊണ്ട് ഫുള്ള് വർത്താനം പറഞ്ഞുകൊണ്ടാണ് ഓരോ പണിയായിട്ട് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ നമുക്ക് രാവിലെ തന്നെ എല്ലാം വേഗം സെറ്റാവുക. ചോറും ഉച്ചയ്ക്കുള്ള കാര്യങ്ങളും എല്ലാം സെറ്റാവും. ചില ദിവസം മാത്രം നമുക്ക് ഭയങ്കര ലാഗിങ് ആയിരിക്കും. നിങ്ങൾക്കും അത് ചിലപ്പോൾ അനുഭവം ഉണ്ടാവും അല്ലേ? ആ കുറച്ച് വൈകി പോയി കഴിഞ്ഞാൽ ആ പണി ഉച്ചയായാലും തീരൂല. ചോറുണ്ടാക്കേണ്ട പണി രാവിലെ തന്നെ ആയിക്കഴിഞ്ഞാൽ അത് ഫിനിഷ് ആവുകയും ചെയ്യും. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ചിലപ്പം നിങ്ങളെങ്ങനെയാണ് ചെയ്യാറെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. രാവിലെ തന്നെ എല്ലാം തീർത്ത് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണോ, എല്ലാം മെല്ലെ റിലാക്സ് ചെയ്തിട്ട് എടുക്കുകയെന്നാണോ, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ളവർക്കും കൂടെ അറിയാമല്ലോ എങ്ങനെയാണ് ബാക്കി എല്ലാവരും ചെയ്യുന്നുള്ള കാര്യം. കുഞ്ഞുവാ കുളിക്കാല. ഇത് ചപ്പാത്തിയാ? ആ വൈകുന്നേരം ചപ്പാത്തി ആക്കി തരാം. ഇപ്പൊ ദോശ. വാ ഉണ്ണിക്കണ്ണ വേഗം വാ. ഇപ്പൊ ചപ്പാത്തി ആവൂല, ചടപടാ. വേഗം വാ. മണി പോയിട്ട് കുളിച്ചിട്ട് വാട്ടാ.
കുഞ്ഞു വാവ കുളിച്ച് വേഗം കുപ്പായിട്ടിട്ട് വാ. നീച്ച് കുളിച്ചിട്ട് പോകുമ്പോഴേക്ക് ഞാൻ ഓക്കുള്ള ഫുഡ് ആക്കൂട്ടാ. ഫുഡെല്ലാം സെറ്റാക്കി റെഡിയാക്കി വെക്കും. കുളിപ്പിക്കുന്ന ഏട്ടനായതുകൊണ്ട് ആ സമയം കൊണ്ട് എനിക്ക് ഫുഡ് ആക്കാൻ പറ്റും. നിച്ചു കുളിച്ച് കുപ്പായിലിട്ടിട്ട് വരുമ്പോഴേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സെറ്റാക്കി വെക്കും. നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ കഴിക്കുന്നത്. ഞാനും നിച്ചുട്ടിയും ഏട്ടനും ഒരുമിച്ച് കഴിക്കും. നിച്ചുട്ടിക്ക് അവിടെ വെച്ച് കൊടുത്തിട്ട് ഞാനും മോളെ കൂടെ തന്നെ കഴിക്കും. ചില സമയത്ത് ഓരോ കഥയും അല്ലെങ്കിൽ എന്തെങ്കിലും കളിയെല്ലാം വേണ്ടി വരും. സന്യാസി പൂച്ചേൻ്റെ കളിയും അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കുകയുള്ളൂ. ചില സമയത്ത് വേഗം കഴിക്കുകയും ചെയ്യും. ഓരോ ദിവസത്തെ മൂഡ് പോലെയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് സമയം എടുത്ത് കഴിച്ചോട്ടെ എന്ന് വിചാരിക്കും. ഇപ്പം പിന്നെ നമ്മൾ കറക്റ്റ് സമയത്തിന് പോകണമല്ലോ, അതുകൊണ്ട് വേഗം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെല്ലോ പറയും കളിക്കും എല്ലാം വേണ്ടി വരും. ആ സമയം കൊണ്ട് ഞാൻ ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടിട്ട് മുടി ഉണക്കിയെടുക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണെങ്കിൽ അംഗൻവാടി പോകുമ്പോൾ നമുക്ക് മുടി കെട്ടി വെച്ചിട്ട് പോവാമല്ലോ. ആ സമയം കൊണ്ട് ഉണങ്ങണമല്ലോ. മഴയായതുകൊണ്ട് ഇപ്പോൾ ഉണങ്ങാൻ പണിയാണ്. അവിടെ നല്ലോണം തുടച്ച് കൊടുത്തിട്ട് ഫുൾ സ്പീഡിൽ അങ്ങ് ഫാൻ ഇട്ട് വെക്കും. അപ്പോഴേക്കും മുടി ഉണങ്ങിക്കോളും. മുന്നേ എല്ലാം വേഗം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങ് വായിൽ വെച്ച് കൊടുക്കും. വേഗം തീരുമല്ലോ, അങ്ങനെ കഴിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പം ഞാൻ മാക്സിമം അങ്ങനെ കൊടുക്കുകയില്ല. ഒറ്റക്കന്നെ കഴിച്ച് ശീലാവട്ടെ എന്ന് വിചാരിക്കും. അംഗൻവാടിയിൽ നിന്ന് ഒറ്റക്കന്നെ ആണല്ലോ കഴിക്കണ്ടേ, അവിടുന്ന് വാരി കൊടുക്കാൻ ആരുമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നീച്ചുട്ടിക്കും അംഗൻവാടി പോയി കഴിഞ്ഞ് പിന്നെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. ഫുഡ് കഴിക്കുന്ന കാര്യത്തിലായാലും മൊത്തം ഒന്ന് നല്ലോണം ആക്റ്റീവാണ് മോള്. അംഗൻവാടി പോയി കഴിഞ്ഞ് പിന്നെ അതെല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. വേഗത്തൊന്ന് ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ കുറച്ച് വയറ്റിലെത്തുള്ളൂ. കുറച്ച് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ മോള് ഇങ്ങനെ കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നാലും പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിൽ വിശക്കുമോ എനിക്ക് ഭയങ്കര പേടിയാണ്. രാവിലത്തെ ഫുഡ് ഞാൻ എങ്ങനെയെങ്കിലും കൊടുത്തിട്ട് മാത്രമേ അംഗനവാടിയിലേക്ക് വിടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ടെൻഷനാവും. കഴിക്കൂലോ, വിശക്കുമോ, ഉച്ചയാവണ്ടേ കഞ്ഞി കുടിക്കണമെങ്കിൽ. അതിൻ്റെ ഇടയിൽ മുട്ടയോ പാലോ എന്തെങ്കിലും കിട്ടും. എന്നാലും രാവിലെ വയറ് നിറക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടല്ലേ. നിച്ചുട്ടിക്ക് ഇന്ന് ആദ്യമായിട്ട് അംഗനവാടിയിൽ യൂണിഫോം ഇട്ട് പോകേണ്ട ദിവസമാണ്. ജൂലൈ മുതലാണ് യൂണിഫോം ഇടാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഷർട്ടും പിന്നെ ബോഡി സ്കേർട്ട് ഉണ്ടല്ലോ, അതുമാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നിച്ചുട്ടി ദോശ ബാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഇത് അയേൺ ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി വെക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുമക്കൾ എന്നൊക്കെ പറയുന്നത്. കുഞ്ഞുമക്കൾ ഈ ബോഡി സ്കേർട്ട് ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് 2 ഭാഗം മുടിയെല്ലാം കെട്ടിയിട്ട് കുഞ്ഞുമക്കളെ കാണാൻ നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാത്തുനിന്നാണ് യൂണിഫോം ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് ഇതാ ജൂലൈ മുതൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇതാ നീറ്റായിട്ട് ഇസ്തിരിയിലിട്ട് സെറ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചു. അയൺ ചെയ്ത ശേഷം ഞാനിത് ഇങ്ങനെ സെറ്റാക്കി വെക്കും കേട്ടോ. സാധാരണ കളർ ഡ്രസ്സ് ആകുമ്പോൾ അതിന് മാച്ചായിട്ടുള്ളത്. ഇത് യൂണിഫോം ആയതുകൊണ്ട് ക്ലിപ്പും വളയും മാലയും പുഴവും എല്ലാം സെറ്റാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് പെരുമഴ തുടങ്ങിയിട്ടുണ്ട്. ഈ മഴ ഒന്ന് തോർന്ന് അടുത്ത ഗ്യാപ്പിന് നമുക്ക് അംഗനവാടിയിലേക്ക് പോകണം. നല്ല മഴയായതുകൊണ്ട് മടിയുണ്ട് നിച്ചുട്ടിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ 2 ദിവസം ലീവായി മോള്. അതുകൊണ്ട് ഇനിയിപ്പം മടിയായിരിക്കുമല്ലോ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇന്ന് എന്തായാലും കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഇതാ നിച്ചുട്ടിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ ഡ്രസ്സ് മാറ്റി ഒരു പൊട്ടിട്ട് സിന്ദൂരം ഇട്ട് അത്രയേ ഉള്ളൂ. ഒരു ലിബാമും ഇട്ട് അത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. ഒന്ന് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകണമല്ലോ. ഏട്ടൻ ഒറ്റയ്ക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ആയിട്ടില്ല. നിച്ചുട്ടി അമ്മ വരണം എന്ന് പറയും. പിന്നെ ബൈക്കിൽ ഇപ്പം മഴയും ചളിയല്ലേ, അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് വിടാൻ വേണ്ടിയിട്ട് അത്ര ധൈര്യമില്ല. അതുകൊണ്ട് ഞാനും ഏട്ടനും കൂടിയിട്ടാണ് കൊണ്ടാക്കൽ. മഴയെല്ലാം കുറച്ച് കുറഞ്ഞാൽ പിന്നെ നമുക്ക് നടന്നിട്ട് പോകേണ്ട ദൂരമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ മഴയത്ത് നിച്ചുവിനെയും കൊണ്ട് നടന്നിട്ട് പോകണമെങ്കിൽ കുറച്ച് ദൂരം ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ വെള്ളത്തിലേക്കൂടെ പോകാൻ ബുദ്ധിമുട്ടാണ്. അവിടെ 2 ആളും കൂടിയാണ് ഇപ്പം കൊണ്ടാക്കൽ. അതാണ് നിച്ചുട്ടിക്ക് ഇഷ്ടം. അച്ഛൻ ഒറ്റക്കായാലും ഞാൻ പോവില്ല, അമ്മയും വന്നാലേ പോവുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് ഇതാ യൂണിഫോമിലിട്ട് സുന്ദരി മണിയായിട്ടുണ്ട്. ബാക്കിൽ മതിയേനു അല്ലേ? ഇല്ല, ടൈറ്റൊന്നുമില്ല.
ഈ മുടി കെട്ടിക്കൊടുക്കുന്ന സമയത്ത് മുടി കെട്ടിക്കൊടുക്കുന്ന സമയത്ത് നല്ല രാവിലെ തന്നെ ഞാൻ റെഡിയാക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും കേട്ടോ. നിച്ചുട്ടിക്ക് അംഗൻവാടി നിന്ന് കഞ്ഞി ഫുള്ള് കുടിക്കണം, മുട്ടയും പാലോ തന്നാൽ തിന്നണം, വൈകുന്നേരം ഉപ്മാവ് തരും ഫുള്ളാക്കണം, താച്ചണം, പിന്നെ ടീച്ചർ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ അനുസരിക്കണം. ഞാൻ എന്ത് പറഞ്ഞാലും നിച്ചുട്ടി അത് വേഗം അങ്ങനെ മൈൻഡിലേക്ക് എടുക്കും കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഓരോ സമയത്തായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള. അപ്പോൾ അത് മോൾക്ക് ഭയങ്കരമായിട്ട് അത് മോൾ അതുപോലെ ചെയ്യുകയും ചെയ്യും. ഫുള്ള് കുടിക്കണം എന്നാലേ നമുക്ക് സന്തോഷമാവുള്ളൂ. ഞാൻ ടീച്ചറോട് പോയിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ ഫുള്ള് കുടിക്കുകയും ചെയ്യും. ടീച്ചർ പറയുകയും ചെയ്യും അമ്മയോട് പറയണമെന്ന് പറഞ്ഞ് ഇനി ഫുള്ള് കുടിച്ചിട്ടെന്ന്. അതുകൊണ്ട് ഓരോ കാര്യം മുന്നേ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. പറഞ്ഞോ രാവിലത്തെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ട് യൂണിഫോമിൽ ഇട്ടിട്ട് പോകാൻ ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയെല്ലാം കുറച്ച് മടിയുണ്ടായി. രാവിലെ എണീറ്റാണ് ഞാൻ പോകുന്നില്ല പറയും. ഇപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. വൈകുന്നേരം വരെ ഇരിക്കലായി. നിച്ചുടിക്ക് പൊട്ട് ഞാൻ ഇപ്പോഴും കൺമഷീൻ്റെ പൊട്ടാട്ടോ വെച്ച് കൊടുക്കുക. പണ്ട് നിച്ചുടി കുഞ്ഞാവി ഉണ്ടാകുമ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കൺമഷി ഉണ്ടല്ലോ, ആ പൊട്ട് തന്നെയാണ്. പൊട്ട് മാത്രമേ, വേറെ കണ്ണെഴുതലോ പുരികെഴുതലോ ഒന്നും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് അതന്നെ വെച്ച് കൊടുത്ത് പൗഡർ ഇട്ട് കൊടുക്കും. സ്റ്റിക്കർ പൊട്ട് അങ്ങനെ യൂസ് ചെയ്യലില്ല. അങ്ങനെ ഫൈനലി നിച്ചൂട്ടി റെഡിയായി. ഇത്രയേ ഉള്ളൂ കേട്ടോ മേക്കപ്പ്. ഒരു പൊട്ട് തൊട്ട് കൊടുക്കും, മുടി കെട്ടിക്കൊടുക്കും. ഇതാണ് നിച്ചൂട്ടിൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. പൊട്ട് വെച്ചിട്ട് അതിന് മുകളിൽ പൗഡർ ഇട്ട് കൊടുത്താൽ പിന്നെ അത് മായാണ്ട് അങ്ങനെ നിന്നോളുമല്ലോ. അപ്പോൾ അത്രയാണ് നിച്ചൂട്ടിക്ക് രാവിലെ ഒരുങ്ങാനുള്ള സമയം. ഇപ്പം കുറച്ചും കൂടെ സ്പീഡപ്പ് ആയി കേട്ടോ. ഫസ്റ്റെല്ലാം കുറച്ച് അധികം സമയം എടുക്കുവാനും. ഇപ്പം മോൾക്ക് ശീലമായല്ലോ എന്തെല്ലാം രാവിലെ എണീച്ച് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് നല്ല മോളായിട്ട് അങ്ങനെ ഇരുന്ന് തന്നോളൂ. പുറത്തേക്ക് നടക്കേ പോവാ ഐ ഡോണ്ട് നോ. വെള്ളം അങ്ങോട്ട് പോല. പുതിയ യൂണിഫോമിൻ്റെ കൂടെ പുതിയ ക്രോക്സ് മേടിച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ മോക്ക് അംഗനവാടി നിന്ന് ഇടാൻ വേണ്ടിയിട്ട് എളുപ്പമല്ലേ, അതുകൊണ്ട് ക്രോക്സ് വാങ്ങിച്ച്. ചെരുപ്പ് താഴെ വെക്കിച്ചോട്ടെ. ചെരുപ്പ് ഇടിച്ചുട്ടാ. ഇറങ്ങാൻ പോകുന്ന സമയത്ത് നല്ലോണം മഴ പാറുന്നുണ്ടായിന്. അതുകൊണ്ട് റെയിൻ കോട്ടെല്ലാം ഇടിച്ചിട്ടുണ്ട്. നിച്ചോട്ട് ഈ റെയിൻ കോട്ട് ഇടിച്ച് കാണുമ്പോൾ എനിക്ക് പെൺകുഞ്ഞിനെ പോലെ തോന്നും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്. ആ തൊപ്പി ഇടിച്ച് കാണുമ്പോൾ ഒരു കുഞ്ഞു പെൺകുഞ്ഞിനെ പോലെ തോന്നും. മഴ പാറുന്നതുകൊണ്ട് അംഗൻവാടി കൊണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, പെട്ടെന്ന് കൊണ്ടാക്കി. നിച്ചൂട്ടിനെ അംഗൻവാടി കൊണ്ടാക്കിയിട്ട് വന്നേ. ഇന്ന് പെരുമഴയാന്ന് തോന്നുന്നു കേട്ടോ. നല്ല മഴയാണ്. ഇതാ വീണ്ടും വന്നു, നല്ല മഴ വന്നു. സത്യം പറഞ്ഞാൽ എനിക്കിന്ന് നിച്ചൂട്ടിനെ വിടാൻ തീരെ ഇഷ്ടം ഉണ്ടായിട്ടില്ല. മഴയായതുകൊണ്ട് തീരെ ഇഷ്ടം ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ ശീലമാവണല്ലോ നമ്മളെ മോള്. നമ്മൾ ഈ ഒരു കംഫർട്ട് സോണിന്ന് വിട്ട് ഒന്ന് ശരിയാവാനാണല്ലോ നമ്മൾ അംഗൻവാടിയിലെല്ലാം കൊണ്ടാക്കുന്നത്. സ്കൂളിലെല്ലാം പോകുമ്പോൾ ശരിയാവണല്ല. അപ്പോൾ മഴ എന്ന് വന്നിട്ട് ഇരുത്തണ്ടെന്ന് വിചാരിച്ച് മഴേൻ്റെ ഗ്യാപ്പിൽ കൊണ്ടുവിട്ടാണ്. സാരല്ല, വേഗം വരുമല്ലോ. ഞാൻ വേഗം പണിയെടുക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് മൂഡ് ഓഫ് ആവും. ഓരോ കറിക്കായിട്ട് എടുത്ത് വെച്ച പച്ചക്കറിയെല്ലാം കുറച്ച് ബാക്കിയുണ്ട്. ഒരു പീസ് മത്തൻ, ഒരു പീസ് വെള്ളരി, അങ്ങനെ ഒരു വഴുതിന ബാക്കി, ഒരു പൊട്ടറ്റോ ബാക്കി. അപ്പം ഞാൻ വെച്ച് അതെല്ലാം ഒന്ന് ഒഴിവാക്കാം. അപ്പം ഇതെല്ലാം കൂടെ ഒരു സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെല്ലാം ഒഴിവാക്കി നമുക്ക് ഫ്രഷ് പച്ചക്കറി ആക്കാമല്ലോ. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരു സാമ്പാർ ഉണ്ടാക്കാം നമുക്ക്. മുളക് ഉണ്ടാക്കിയാട് വന്നാൽ എപ്പോഴും ഒരു സങ്കടമായിരിക്കും. അതുകൊണ്ട് വേഗം തന്നെ ഒന്നെങ്കിലും പണിയെടുക്കാൻ കയറും, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടാവും, ആ ദിവസം ഇടേണ്ടത് അതിന് കയറും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യൂട്ടോ. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സങ്കടമായിരിക്കും. അമ്മയും അച്ഛനും അപ്പുറത്തുണ്ട്. അവർ കോലായത്ത് ഇരുന്നിട്ട് കൈപ്പൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുന്നു വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം മഴയായതുകൊണ്ട് അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മഴയും മിന്നലും ഇടിയല്ലോ. അതുകൊണ്ട് മഴ സമയത്ത് മിക്കവാറും അമ്മ പുറത്ത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് പാവയ്ക്ക് എടുത്തിട്ട് പോയിട്ടുണ്ട് അവിടെ നിന്ന് മുറിക്കാൻ വേണ്ടിയിട്ട്. അവർ രണ്ടാളും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛന് നല്ല മഴയായതുകൊണ്ട് എവിടെയും പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ. അച്ഛന് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു മൂഡ് ഓഫാണ്. പുറത്തൊക്കെ പോയി ഒന്ന് എൻഗേജ്ഡ് ആക്കിയിട്ട് വന്നാൽ നല്ല സന്തോഷമായിരിക്കുമല്ലേ. പക്ഷെ മഴയായതുകൊണ്ട് ഇന്ന് തീരെ ഇറങ്ങാൻ നിവർത്തിയില്ല. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി പരിപ്പും കൂടെ കഴുകിയിട്ട് ഇതൊക്കെ കൂടെ ഒന്ന് വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പണി തീർന്നു എന്ന് പറയാം. അപ്പോൾ പരിപ്പ് ഞാൻ ആവശ്യത്തിന് കഴുകിയിട്ട് അങ്ങ് എടുക്കുന്നുണ്ട്. അതിനകത്ത് ഈ വെജിറ്റബിൾസും ഇട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. ഇനി വെള്ളം ഒഴിക്കാണ്ടാണോ സാമ്പാർ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുമല്ലോ. അപ്പോൾ ഇതാ പപ്പായ അല്ല എന്താന്ന് പാവയ്ക്ക, കൈപ്പക്ക അമ്മ അവിടെ വറക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിന്. അമ്മ ഓരോ സ്റ്റൈലിലാണ് കേട്ടോ ഓരോ ദിവസം ഈ കൈപ്പക്ക വറവ് ഉണ്ടാക്കുക.
ചോറ് അതിന് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വറവും കറിയും ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. മീനിപ്പം ട്രോളിംഗ് നിരോധനം കൂടി ആയതുകൊണ്ട് നല്ലതാണോ ഒന്നും അറിയൂല്ല. പിന്നെ ചെമ്മീനെല്ലാം തിന്നിട്ട് എന്തെങ്കിലും ന്യൂസ് എല്ലാം കേൾക്കുന്നില്ല. അതുകൊണ്ട് 2-3 ദിവസമായി മീൻ വാങ്ങിക്കാത്ത. ബാക്കിയെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാനാണ് മീൻ പൂച്ച, എനിക്കാണ് മീൻ എന്തെങ്കിലും വേണമെന്നുള്ളത്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വലിയ നിർബന്ധം കാണുന്നില്ല. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അത് നമുക്ക് ന്യൂസിലെല്ലാം കണ്ടല്ലോ, ചെമ്മീൻ കഴിച്ചിട്ട് മരിച്ചു എന്നെല്ലാം കണ്ടല്ലോ. പിന്നെ ട്രോളിംഗ് നിരോധനം ആയതുകൊണ്ട് എന്ത് മീനാ വരുന്നതെന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് പിന്നെ 2-3 ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു. മുട്ടിയും ഉണക്ക ചെമ്മീനെല്ലാം കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കുക്കർ ഒരു 2 വിസിൽ അടിക്കട്ടെ. ഞാൻ തേങ്ങ അരക്കാത്ത ഒരു തമിഴ്നാട് സ്റ്റൈൽ സാമ്പാർ ഉണ്ടല്ലോ നമ്മുടെ, അതാക്കാന്നാ വിചാരിച്ചത്. ഇപ്പം തോന്നി തേങ്ങ അരച്ചിട്ട് തന്നെ വെക്കാന്ന്. അങ്ങനെ ഒരു സാമ്പാർ കൂട്ടാൻ കൊതി. അപ്പൊ വേഗം തേങ്ങ ചിരണ്ടി ഇറക്കട്ടെ. അമ്മേൻ്റെ സാമ്പാർ ഇന്നാൾ കാണിച്ചപ്പോൾ അമ്മേൻ്റെ സാമ്പാർ റെസിപ്പി കാണിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോ സ്റ്റൈലാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുക. ഞാനായാലും അമ്മയായാലും എല്ലാം അങ്ങനെ തന്നെ. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് തേങ്ങയും കുറച്ച് ചുവന്ന ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നല്ലോണം മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, സാമ്പാർ പൊടി അതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം വഴറ്റി ബ്രൗൺ കളറാകുമ്പോൾ അരച്ചിട്ട് സാമ്പാറിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയാവും. പുളി ഒഴിക്കാൻ മറക്കല്ലേ, പുളിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് അച്ഛനും മോനും ചായ വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ചായയും കൂടെ വെക്കുന്നുണ്ട്. പിന്നെ സാമ്പാറിനകത്തേക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ഫൈനലായിട്ട് സാമ്പാറൊക്കെ വെട്ടി തിളച്ച് ഇറക്കി വെച്ച ശേഷം ഒന്ന് വറുത്തിടുന്നുണ്ട്. കടുകും കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും എല്ലാം കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ അടിപൊളി സാമ്പാർ റെഡിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു മോർണിംഗ് എന്ന് പറയുന്നത്. നിച്ചൂട്ടിനെ കൊണ്ടാക്കുന്ന കാര്യങ്ങളും അതിനുശേഷമുള്ള കാര്യങ്ങളും എല്ലാം. അത് കഴിഞ്ഞിട്ട് അവിടെയെല്ലാം കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് പാത്രം കൂടെ കഴുകാനുണ്ട്. അതും കൂടെ ആക്കിയാൽ നമുക്ക് അടുക്കള ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.